ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇനി നേരെ നമ്മൾ ഹൈദരാബാദിലേക്കാണ്. ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. കേരള ടു കന്യാകുമാരിയിലേക്കുള്ള ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസമാട്ടോ ഇന്ന്. ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ വഴി ഹൈദരാബാദിലേക്കാണ്. ബാംഗ്ലൂരിൽ നിന്നും ഒരു ഏകദേശം 50 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ട് ഒരു പെട്രോൾ പമ്പിലാണ് ഞങ്ങൾ തലേദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ വഴി ഹൈദരാബാദിലേക്കുള്ള ബൈ റോഡ് എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല നീല കളർ ആകാശവും രണ്ട് ഭാഗത്തും നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള റോഡ് കിട്ടും. പക്ഷേ നല്ല ചൂടാണ്. പോകുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരു സ്ഥലത്ത് ഹോൾട്ട് ടൈം വയ്ക്കാനേ പറ്റില്ല കേട്ടോ. പക്ഷേ ട്രാവലിംഗ് ടൈമിൽ നോ പ്രോബ്ലം. ഇത് ടൈം ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു 265 കിലോമീറ്ററും കൂടി വരും ഹൈദരാബാദിലേക്ക്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അപ്പം ഇവിടെ നല്ല സൗകര്യമുള്ള സ്പോട്ട് കിട്ടിയിരുന്നു. ഇവിടെ എല്ലാവരും റെസ്റ്റ് എടുത്തോണ്ടിരിക്കാം. നമുക്കെല്ലാവരും ഒന്ന് കാണാം. ചൂട് കാരണം സ്പോട്ട് കിട്ടിയപ്പോൾ തന്നെ എല്ലാവരും കിടന്നു കേട്ടോ. അപ്പം നമ്മുടെ അമലിനാണ് ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അമലൊരു ഹായ് പറഞ്ഞേ. ദെൻ ഇതാണ് വിഷ്ണു, ആളും നല്ല സൈഡാണ്. ഇവിടെ നിയർ ബൈ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടേക്ക് രണ്ടുപേരും പോയിരുന്നു. അവരൊന്ന് ചെന്ന് കണ്ടിട്ടിടാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പിൽ കയറുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതൊരു ഫാമിലിയാണ് ഇത് നടത്തുന്നത്. അവിടെയുള്ള നിയർ ബൈ ആൾക്കാരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫുഡാണ്, നല്ല സ്പൈസിയാണ്, പക്ഷേ ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ നെക്സ്റ്റ് കുറച്ച് നേരം കൂടി ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ ആ ഒരു ചൂടത്ത് വണ്ടി ഓടിക്കാനുള്ള നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് ഉറങ്ങി. അതിനുശേഷമായിരുന്നു ഞങ്ങൾ വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സമയം പോകുന്നവരും ചൂട് നന്നായിട്ട് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി എനിക്ക് കോൾഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ശ്വാസം എടുക്കുമ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടൈം ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടായിരിക്കണം റോഡൊക്കെ നല്ല റഷായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് പോയിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലോക്കിൻ്റെ സമയത്തൊന്നും ഈ ചൂട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 300 to 400 കിലോമീറ്റേഴ്സ് ഞങ്ങളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇവിടുത്തെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ റേറ്റ് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട്. പഴത്തിനൊക്കെ 40 രൂപയൊക്കെയുള്ളൂ. അത് നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. പക്ഷേ ആപ്പിളിനൊക്കെ കിലോന് 10 രൂപ 20 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിളിച്ച് ഇവിടുന്ന് ഒരു കൊട്ട വാങ്ങി പോയാലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയത്ത് ഒരു 2 to 3 hours റെസ്റ്റിങ് വന്നതുകൊണ്ട് നല്ലൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഹൈദരാബാദിലെത്തുന്ന രീതിയിലേക്ക് തന്നെയാണ് ട്രാവൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഒരു ധാബയിൽ കയറിട്ടോ. ഹോട്ടലിൻ്റെ തൊട്ട് പിറകുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അത് നല്ലൊരു അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. പക്ഷേ ഹോട്ടൽ എത്രത്തോളം ഹൈജീനിക് ആണെന്ന് ഈ ഒരു വ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അവിടെ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് വെള്ളം കുടിച്ചു ഇറങ്ങി. ട്രാവൽ ടൈമിൽ മോസ്റ്റ്ലി ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പണികളൊക്കെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ്. ഹൈദരാബാദിലേക്ക് ഇനിയും ഒരു 200 കിലോമീറ്റേഴ്സോളം പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴി ഒരു പമ്പിലെങ്ങാനും സ്റ്റേ ചെയ്യേണ്ടി വരും എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ഹൈദരാബാദിൽ സ്റ്റേ ഓഫ് റോഡേഴ്സ് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ അവിടെ എത്തും എന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ലേറ്റാണ്. ഈവനിങ് ഒരു 6 ഒക്കെ ആയപ്പോഴത്തേനും ഇനിയും ഒരു 200 കിലോമീറ്റേഴ്സോളം ഹൈദരാബാദിലേക്കുണ്ട്. അപ്പം വളരെ ലേറ്റ് നൈറ്റാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി വലിയൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പോകുമ്പം എവിടെ സ്റ്റേ അടിക്കാൻ പറ്റുമോ അവിടെ സ്റ്റേ അടിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. ചില സ്പോട്ടിലൊക്കെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ ഓഫ് റോഡേഴ്സിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓഫ് റോഡേഴ്സിൻ്റെ ഹൈദരാബാദ് അഡ്മിൻ അവർ ടെൻറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹൈദരാബാദിലെത്തിയത് ഏകദേശം ഒരു 12-1 മണി ആ ഒരു ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേ കുറച്ചൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. നൈറ്റ് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാം സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.